നമ്മളും അതിൻ്റെ ഒരു ഭാഗവാക്കായി എല്ലമ്മയിലെ ആബാലവൃദ്ധ ജനങ്ങൾ, ഇവിടുത്തെ പുരുഷാരം മുഴുവനും, ഇവിടുത്തെ സ്ത്രീജനങ്ങൾ മുഴുവനും, ഇവിടുത്തെ എല്ലാവരും, അഥവാ ആണ് പെണ്ണ് വ്യത്യാസമല്ലാതെ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും അള്ളാഹുവിന്റെ ഹബീബിന്റെ 1500-ാം ജന്മദിനാഘോഷത്തിന്റെ ആ ഒരു അലയൊലിയിലാണ് അലിഞ്ഞു ചേർന്നിട്ടുള്ളത്. 1500 എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിലും, അതേപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും, അതൊരു ഇസത്തെ സംബന്ധിച്ചാണെങ്കിലും, ഒരു സംഘടനയെ സംബന്ധിച്ചാണെങ്കിലും 1500 എന്നത് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് 1500 വർഷങ്ങൾക്കപ്പുറത്തുള്ള ഹബീബിന്റെ ചരിത്രം ഇന്നത്തെ AD അന്നോ ഡൊമിന കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട്, വളരെ വസ്തുനിഷ്ഠമായിട്ട് തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സ് പോയത് അങ്ങുകളെ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തേക്കാണ്, ഗസയിലേക്കാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഹബീബിന്റെ സന്ദേശം, അവിടുന്ന് പ്രഖ്യാപിച്ച പ്രവചനങ്ങൾ, അവിടുത്തെ ആദർശങ്ങൾ, ഏറ്റവും മുഖ്യമായത് ലോകത്തിന് സമാധാനം ഉണ്ടാവുക എന്നതാണ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഹബീബിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു യുദ്ധമുഖത്ത് ഒരു നിരപരാധിയായ സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോ, ഹബീബിന്റെ അടുക്കൽ ഈ വിവരമെത്തിയപ്പോ ഹബീബ് വളരെ കാർക്കശ്യമായിട്ട് ആ വിഷയത്തെ നേരിട്ടു. വളരെ കാർക്കശ്യത്തോടുകൂടി, അഥവാ ഒരു സ്ത്രീ ഒരിക്കലും, ഒരു കുട്ടിയോ ഒരു സ്ത്രീയോ, നിരപരാധികൾ ഒരിക്കലും പീഡിപ്പിക്കപ്പെടരുത്. അപ്പോ ഒരാൾ വന്ന് പറഞ്ഞ, നബിയെ നമ്മുടെ പക്ഷത്തല്ല, ശത്രുപക്ഷത്താ. ഇത് കേട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒന്നുകൂടി ക്രൂവൽ മൈൻഡായി, അഥവാ വളരെ ശക്തമായിട്ട് ഏത് പക്ഷത്താണെങ്കിലും നിരപരാധികൾ ഒരിക്കലും കൊല്ലപ്പെടരുത്, നിരപരാധികൾ ഒരിക്കലും കണ്ണുനീരൊലിക്കരുത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശക്തമായ താക്കീതായിരുന്നു ഇത്. ഹബീബ് ലോകത്തോട് സമാധാനത്തിന്റെ സന്ദേശം മാത്രമാണ്, ഒരിക്കലും വൈരാഗ്യത്തിന്റെ, വെറുപ്പിന്റെ, വിരോധനത്തിന്റെ, വംശീയതയുടെ, വർഗീയതയുടെ, ജാതീയതയുടെ സന്ദേശം ഒരിക്കലും പകർന്നു കൊടുത്തിട്ടില്ല. ഇന്ന് ലോകത്ത് സമാധാനം പുലരണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഹബീബിന്റെ സന്ദേശത്തിലേക്ക് മടങ്ങണം. അതാണ് ഇബാദുൽ ഇസ്ലാം സംഘത്തിന്റെ ആമുഖ്യത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയും നമ്മളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടിയ ഈ സൗഹൃദം, ഈ സന്തോഷം, ഇതൊക്കെ തീർച്ചയായിട്ടും ലോകത്തിന് മാതൃകയാണ്. നമ്മൾ കണ്ടല്ലോ ഫലസ്തീനിലെ കുട്ടികൾ, എന്താണ് അവിടുത്തെ അവസ്ഥ? ലോകം എന്നൊരു ധ്രുവത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ലോകം അതൊരു ധ്രുവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഇന്ന് നേരം വെളുത്തിട്ട് സുഭിക്ഷമായി എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ട്? ദിവസങ്ങളോളമായി ഭക്ഷണമില്ലാതെ, ശുദ്ധടക്കാൻ ഭക്ഷണമില്ലാതെ, ഒന്ന് ചുണ്ട് നനക്കാൻ വെള്ളമില്ലാതെ, ഒന്ന് പിടയാൻ പോലും ആരോഗ്യമില്ലാതെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുക. എവിടെ? മിഡിൽ ഈസ്റ്റിലാണിത്, മധ്യേഷ്യൻ രാജ്യത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ലോകം തിരിയാത്ത, അറിയപ്പെടാത്ത ആഫ്രിക്കയുടെ മലമടക്കുകളിലല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മിഞ്ഞു നുകരേണ്ട കുട്ടി, ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടി, ആ കുട്ടിയുടെ ചുണ്ടുകളും മകരങ്ങളും ഒന്ന് നനക്കാൻ തന്റെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ, അതൊരു തുള്ളി ആ കുട്ടിയുടെ അവകാശമാണെങ്കിൽ ആ അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ പോലും ശക്തിയില്ലാതെ, കഴിവില്ലാതെ പോയ അമ്മ, ആ അമ്മയുടെ സ്ഥലത്തിൽ പാല് എന്ന സംഗതിയേ ഇല്ല. എല്ലാം വറ്റിപ്പോയിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടി പിടയാൻ പോലും കഴിയാതെ ഉണങ്ങി മരിക്കുന്ന അവസ്ഥ ഫലസ്തീനിലെ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുക. ചോറ് വിളമ്പി കൊടുത്തു പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക്, നമുക്കറിയാം, അവിടുത്തെ സംഘങ്ങൾ വന്നിട്ട് അവർ വിളമ്പി കൊടുത്തു പോകുമ്പോൾ അവിടെ ഇവിടെ അല്ലറച്ചില്ലറയായി ചിതറിക്കിടക്കുന്ന വറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളുമൊക്കെ നമ്മുടെ തീന്മേശയിൽ കാണുന്ന ഭക്ഷണം, ആ ഭക്ഷണം പോരെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് സ്വാധീനം എന്ന് പറയുന്നതെല്ലാം മാറ്റി വൈവിധ്യങ്ങളായ ഭക്ഷണം വെക്കുമ്പോ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വറ്റിന് വേണ്ടി കടിപിടി കൂടുക, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ മണ്ണ് വാരിയിട്ട് കഴിക്കുക. എന്നിട്ട് ഫലസ്തീനിലെ പിഞ്ചുപാരൻ ലോകത്തോട് പറയുന്നത്, ഞങ്ങൾക്ക് ഭക്ഷണമായിട്ട് മണ്ണ് പോകട്ടെ. എന്റെ മുത്തുമുഖിനെകളെ, മണ്ണല്ല, പച്ചയായ ഭക്ഷ്യയോഗ്യമായ മാവ് പോലും ഒന്ന് ചങ്കിലിറക്കാൻ കഴിയുമോ? മണ്ണ് കഴിക്കുക, അതിന്റെ മുകളിൽ അതൊന്ന് നനക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ലാതെ. ഇത്തരം വളരെ വളരെ ദയനീയമായ സാഹചര്യമാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകം ഹബീബിന്റെ സന്ദേശത്തിലേക്ക് മടങ്ങണം. ലോകം ഇത്തരം അധസ്ഥിതരായ, ഇത്തരം അവഗണിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ശബ്ദിക്കേണ്ടത്, അതേപോലെ സംസാരിക്കേണ്ടത്. UNOയുടെ 142 രാജ്യങ്ങൾ ജനറൽ അസംബ്ലി, 142 രാജ്യങ്ങൾ ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിച്ചപ്പോ 10 രാജ്യങ്ങൾ മാറി നിന്നു. ഞങ്ങൾ ഫലസ്തീന് കൂടെയില്ല. ഈ ക്രൂരമായിട്ട് കശാപ്പ് ചെയ്യപ്പെടുന്ന ദയനീയ അവസ്ഥക്ക് പൂർണ്ണമായി അവർ
കൈ ഉയർത്തി കാണിച്ചു കൊടുത്തത് ഒന്ന് ട്രംപിന്റെ അമേരിക്ക നമുക്ക് ബോധ്യമുണ്ട്, അതേപോലെ ഇസ്രായേൽ നമുക്കും അത് ബോധ്യമുണ്ട്. അർജന്റീന എന്ന് പറയപ്പെടുന്ന രാജ്യം പോലും ഈ പിച്ച് ചീന്തപ്പെടുന്ന ചെന്നായ്ക്കളാൽ സൈനിസ്റ്റുകളാൽ ക്രൂരമായി പിച്ച് ചീന്തപ്പെടുന്ന ഈ പാവപ്പെട്ട പലസ്തീനിലെ കുട്ടികൾക്ക് എതിരായിട്ട് അർജന്റീന എന്ന മെസ്സിയുടെ രാജ്യം കൈയുയർത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും പറയാനുള്ളത്, ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ പുരുഷാരം മുഴുവനും ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ലയണൽ മെസ്സി താങ്കൾ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നിങ്ങളുടെ രാജ്യവും നിങ്ങളുടെ പതാകയും ഞങ്ങൾ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഇനി മുതൽ നിങ്ങളുടെ പതാക ഞങ്ങൾ കാൽ ചുവട്ടിലിട്ട് ഞങ്ങൾ ഞെട്ടിച്ചു കളയുന്നു. ലോകം നിങ്ങളോട് പുച്ഛിച്ചതുപോലെ എല്ലമലയുടെയോ പെരീഷയുടെയോ അല്ലെങ്കിൽ ഈ ഓവാലിയുടെയോ പ്രാന്ത പ്രദേശങ്ങളിൽ ഒരിക്കലും ഇനി കാണാൻ കഴിയൂല ലയണൽ മെസ്സിയുടെ അർജന്റീനയുടെ പതാക. കാരണം നിങ്ങൾ ചെന്നായ കൂട്ടങ്ങളോടൊപ്പമാണ് നിങ്ങൾ നിന്നത്. എന്തിനാണെന്ന് ലോകത്തിന് പോലും തെളിഞ്ഞിട്ടില്ല. ഇനി എല്ലമലയുടെ പ്രദേശത്ത് കൈക്കല കക്ഷം പോലെ നിങ്ങളുടെ പതാക ഉയരുമെന്ന് നിങ്ങൾ ഒരിക്കലും വ്യാമോഹിക്കേണ്ട. കാരണം ഞങ്ങൾ മനുഷ്യപ്പറ്റുള്ള ആളുകളാണ്, ഞങ്ങൾ മനുഷ്യത്വത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവരാ. അതാണ് നമ്മുടെ പിഞ്ചോമനുകൾ പോലും ഇവിടെ കാണിച്ചത്. അതാണ് ലോകം ചിന്തിച്ചു നോക്കൂ. ലോകം സത്യത്തിൽ ഒരു ധ്രുവത്തിലേക്ക് സഞ്ചരിക്കാൻ കാരണം ആറ്റം ബോംബ് എന്ന് പറയപ്പെടുന്ന ഭീകരമായ ഒരു ചിത്രമാണ്. ആറ്റം ബോംബ് നിർമ്മിച്ചതുപോലും ആൽബർട്ട് ഐൻസ്റ്റീന്റെ MC² എന്ന തത്വത്തിലൂടെയാണ്. സത്യത്തിൽ ആറ്റം ബോംബല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, റിയാക്ടറാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അഥവാ മനുഷ്യന് ഉപകാരമുള്ള ഈ EC² എനർജി എന്ന് വെച്ചാൽ ഇവിടെ കുഴിച്ചാൽ ഇവിടെ ഒരു ആറ്റം ഉണ്ടാകും. ആ ആറ്റം വിഘടിച്ചാൽ അവിടെ ഒരു എനർജി ഉണ്ടാകും. ഈ എനർജി നിരവധിയായിട്ടുണ്ടാകുമ്പോ അതുകൊണ്ട് മനുഷ്യന് ഉപകാരപ്രദമായ വൈദ്യുതിയും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഐൻസ്റ്റീൻ കണ്ടെത്തിയത് ഈ EC² MC² എന്ന തത്വത്തിലൂടെ. പക്ഷേ ഇതല്ല ഉണ്ടാക്കിയത്, ആറ്റം റിയാക്ടർ അല്ല ലോകമുണ്ടാക്കിയത് ആറ്റം ബോംബാണ്. ആറ്റം ബോംബുകൾക്ക് അടയിരിക്കുന്ന ആളുകൾക്ക് ലോകത്തോട് ഒരിക്കലും സമാധാനത്തിന്റെ സന്ദേശം വിളിച്ചു പറയാൻ കഴിയില്ല. അതാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജുഗുപ്സാവഹമായ അന്തരീക്ഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇന്ത്യ രാജ്യത്തും അങ്ങനെയാണ്. വംശീയതയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ, വേർതിരിവിന്റെ പേരിൽ ആസാമിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മുസ്ലിം രഹിത ഭാരതം ഇതൊക്കെ കേൾക്കാൻ കഴിയുമോ? ഏത് മതമാണെന്ന് പഠിപ്പിച്ചത്, ഏത് പ്രസ്ഥാനമാണെന്ന് പഠിപ്പിച്ചത്? ഇന്ത്യ രാജ്യത്ത് 2024 വരെ വന്ന അന്യരാജ്യങ്ങളിൽ വന്ന അമുസ്ലിങ്ങളായ ആളുകൾക്ക് മുഴുവൻ പൗരത്വം മുസ്ലിങ്ങൾക്ക് നൽകില്ല. ഇത് ഏതൊരു പ്രസ്ഥാനം, ഏതൊരു ആശയത്തിന്റെ പേരിലാണ്? ഹൈന്ദവ മതം ഒരിക്കലും ഇത് ഉദ്ഘോഷിക്കുന്നതല്ലോ, ഇസ്ലാം മതം ഇത് ഉദ്ഘോഷിക്കുന്നതല്ലോ. ഈ പള്ളിയിൽ നിന്ന് 5 നേരം നിസ്കരിച്ച് പുറത്തിറങ്ങുന്ന വിശ്വാസി വിളിച്ചു പറയുന്നത് രക്ഷയാണ്, പീസ്ഫുള്ളാണ്, സമാധാനമാണ് എന്ന് പറയുന്ന ഒരു മുസൽമാന് ഒരിക്കലും ഹൈന്ദവനെ കാണുമ്പോൾ ഒരു വിമർശനമായ വിരോധമായ സാഹചര്യം ഉണ്ടാവില്ല. അവന് പുഞ്ചിരിച്ചു മാത്രമേ ആ മുസ്ലിമായ ആളോട് കൈ കൊടുക്കുകയുള്ളൂ. അവനോട് തീർച്ചയായിട്ടും അവനോടുള്ള സമീപം അങ്ങനെ തന്നെയാ. ഉപനിഷത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മൃത്യോമാ അമൃതംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് പഠിപ്പിക്കുന്ന ഉപനിഷത്ത് യമൻ ഇത് ചൊല്ലുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരു മുനിമാരും തീർച്ചയായിട്ടും ശാന്തി പറഞ്ഞ അസത്തോമ. ഒരിക്കലും അസത്തല്ല വേണ്ടത്, സത്യമാണ് വേണ്ടത്. ജ്യോതിസിലേക്കാണ്. തമസോമ ജ്യോതിർഗമയ, അന്ധകാരമല്ല വേണ്ടത്, ജ്യോതിസ് പ്രകാശമാണ് വേണ്ടത്. മൃത്യോമ അമൃതംഗമയ. മനുഷ്യൻ ലഹരിയും കഞ്ചാവും ഡ്രഗ്സും ഉപയോഗിച്ചിട്ട് അവൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ ശവമായി മാറുന്ന അവസ്ഥ. അതാണ് അമൃതോ. ശരിക്കും അതല്ല വേണ്ടത്. ശരിക്കും മൃത്യയിൽ നിന്ന്, മനുഷ്യൻ ശവത്തിൽ നിന്ന് അവൻ ഏറ്റവും ജീവശുദ്ധതയിലേക്ക് പോകണം. എന്നിട്ട് പറയുന്നു ഓം ശാന്തി. ലോകത്തിന് മുഴുവനും ശാന്തി വേണമെന്ന് വിളിച്ചു പറയുന്ന ഹൈന്ദവ മുനിമാരുടെ ആശയം ഉൾക്കൊള്ളുന്ന ഹൈന്ദവ മതത്തിന്റെ പേരിൽ ഒരിക്കലും രാജ്യത്ത് വംശീയത ഉണ്ടാക്കാൻ കഴിയൂല. ഞാൻ ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പ്രദേശത്ത് വളരെ സൗഹൃദപരമായിട്ട്, വളരെ സാഹോദര്യത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയാകുന്ന, ലോകത്തിന് അത് മോദിയുടെ ഇന്ത്യക്കല്ല, ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഇത്രത്തോളം സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, ഇത്രത്തോളം പരസ്പരം ധാരണയോടെ, സഹകരണത്തോടെ കഴിയുന്ന പ്രദേശം പറയുമ്പോൾ ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ്. എല്ലമലയും ഓവാലയടക്കമുള്ള പ്രദേശങ്ങൾ ഇവിടുത്തെ ബ്യൂറോ
മാധ്യമേ കാണുന്ന പുരുഷാരം മുഴുവനും ഇവിടെ വിയർപ്പ് ജനങ്ങൾക്ക് ഈ ഓവാലിയുടെ മണ്ണിന്റെ ഗന്ധമുണ്ട്. ഈ ഓവാലിയുടെ മണ്ണിന്റെ ഗന്ധമില്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാവില്ല. ഈ ആയിരങ്ങളായ ആളുകൾക്ക് അപ്പുറത്ത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന വൈൽഡ് ആനിമലാണോ നിങ്ങൾക്ക് വേണ്ടത്? മനുഷ്യനാണ് മൂല്യമുള്ളത്. തീർച്ചയായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു മനുഷ്യനെ ചുരുങ്ങിയത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവകാശമാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോട് സർക്കാരുകളോട് പറയാനുള്ളത്, എന്തൊക്കെ നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതൊന്നും ഒരിക്കലും വെള്ളത്തിൽ വരച്ചതുപോലെ ആവരുത്. ഞങ്ങൾ മനുഷ്യരാണ്, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം. സമാധാന അന്തരീക്ഷത്തോടെ ഞങ്ങൾ കുട്ടികൾക്ക്, ഞങ്ങൾ വൃദ്ധജനങ്ങൾക്ക്, ഇവിടുത്തെ പുരുഷാരങ്ങൾക്ക്, ഇവിടുത്തെ സ്ത്രീജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഈ കൂടിയിരിക്കുന്ന ആയിരങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ കണ്ണ് നിങ്ങൾ തുറക്കണം. ഇവിടെ ജീവിച്ച ഞങ്ങൾ ഞങ്ങൾ ഇവിടെയാണ് ജനിച്ചതെങ്കിൽ ഒരു സംശയം വേണ്ട, ഇവിടെ തന്നെ ഞങ്ങൾ മരിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ആ അവകാശം സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കും. അവസാന ഓവാരിക്കാലങ്ങളിൽ നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടാലും ഒരിക്കലും സമരരംഗത്ത് നിന്ന്, അവകാശ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുമെന്ന് വിശ്വസിക്കേണ്ട. ഞങ്ങൾക്ക് ജാതിയുണ്ട്, മതമുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, സംഘടനയുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്കുള്ളത് മനുഷ്യൻ എന്നുള്ളതാണ്. അതാണ് ഈ 1500-ാം വർഷ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹസ്രാബ്ദത്തിൽ ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം പ്ലീസ് നിങ്ങളിൽ നിന്നുണ്ടാവണം. ഇവിടെ കൂടിയ എല്ലാ ആളുകൾക്കും ഹൃദ്യമായ നന്ദിയും നബിദിനാശംസയും വളരെ 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 ആത്മാർത്ഥമായി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.